ലേറ്റസ്റ്റ് എവിടെ? മാവല്ലേ? മാവും ചാരി ഒരു പ്ലാവ് നിൽക്കുന്ന നോക്ക്. എന്തടി എത്ര ആലോചിച്ചിരിക്കണ്? നല്ല കാര്യമൊന്നും ആലോചിക്കാറില്ല കേട്ടോ, സൂക്ഷിച്ചോ. മനസ്സിലായല്ലോ. ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നപ്പോ തുടങ്ങിയതാ ഇത്. ഊണൂല ഉറക്കമില്ല, ചിന്തയോട് ചിന്ത. പേടിപ്പിക്കേണ്ട കാര്യം മര്യാദയ്ക്ക് വിളിച്ചാ പോരാ മാവ. പക്ഷെ പേടിച്ചോല്ലേ? എന്നിട്ട് പേരിലൂടെ വിളിച്ച് അതിനെന്താ എത്ര പേടിക്കാൻ? ഇങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും കൊള്ളരുതായി ആലോചിച്ചിട്ട് നിൽക്കായിരിക്കും. അതാണല്ലോ സ്വന്തം പേര് കേട്ടപ്പോ ഞെട്ടിയത്. ചൊറിയരുത് തങ്ക, രാവിലെ നീ എന്നെ ചൊറിയാൻ പറ്റരുത്. ആരും ഇവിടെ ക്ലീറ്റോനെ ചൊറിയാൻ വന്നില്ല. ക്ലീറ്റാണ് എല്ലാവരും ഇട്ട് ചൊറിയണത്. മതി മതി മതി, ഇനി അതിന്റെ പേരിൽ തർക്കിക്കല്ലേ. ഒരു നല്ല കാര്യം നടക്കണ വീടല്ലടാ അത്. അപ്പൊ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ചാടി കളിക്കുക. ആ കൊച്ചു വന്നപ്പോ കണ്ട എല്ലാവർക്കും എന്താ സന്തോഷം. അതിന്റെ മുഖം ഒന്ന് നോക്ക്, എന്തൊരു ഐശ്വര്യ. പിന്നെ വളർന്നു വരുമ്പോ അത് ഐശ്വര്യറായി മാറും. വളർന്ന് വരുമ്പോ എന്റെ തക്കളിമോളെ എല്ലാവരും മറക്കും, എനിക്കറിയാത്. നീ ഇതാണ്, നീ ഒരു സത്യക്രിസ്ത്യാനിയല്ലടാ. നീ വെറുതെ മനുഷ്യന്റെ മനസ്സിനെ കൊള്ളാത്ത വാക്ക് പറയരുതിട്ടാ. പിന്നെ ക്രിസ്തുമസിന് പോലും പള്ളിയിലെ പോലാത്ത ആളാണ് സത്യക്രിസ്ത്യാനി. എടീ, ഞാന് കൃത്യമായിട്ട് പള്ളി പോയിക്കൊണ്ടിരുന്ന ആളാ. നിന്നെ കെട്ടിയെടുത്ത് അന്ന് പോലെ പോലല്ല. ക്ലീറ്റ എന്തുകൊണ്ടാ പള്ളി പോയിരുന്നെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്റെ അമ്മാവ വണ്ടി കച്ചവടം വസ്തു കച്ചവടം എന്ന് പറഞ്ഞ പള്ളിയിൽ അച്ഛനെയും കപ്പ്യാരിമാരെയൊക്കെ പറ്റിച്ചിട്ട് പിന്നെ ആ വഴിക്ക് കുർബാന വിടാൻ പറ്റുമോ? അതെ, ആ പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ, ആ അച്ഛനങ്ങ് പോയി, അവിടെ സ്ഥലം മാറിപ്പോയി. ആ ഇടവക്കാരും പോയിട്ടില്ലല്ലോ. അങ്ങോട്ട് ചെന്നാ അവർ ഓടിക്കും. അതെ, ഒരു നല്ല ദിവസമായിട്ട് അവിടെയൊക്കെ സന്തോഷമായിട്ടിരിക്കുകയാണ്. നമുക്ക് ആ കനകനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാം. ഓ, ഞാൻ ഒന്നിനും ഇല്ലേ. അല്ലേ തന്നെ എന്റെ അഭിപ്രായത്തിനൂടെ എന്താണ് വില? എന്തെങ്കിലും വിലയുണ്ടോ എന്റെ അഭിപ്രായത്തിന്? എടാ, നിന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയില്ല എന്നുള്ള എന്റെ തെറ്റായ തോന്നലാണ്. ഇല്ല ഇല്ല ഇല്ല, അതൊന്നുമല്ല. എന്റെ ധാരണയൊക്കെ ശരി തന്നെയാണ്. നീ ഒന്ന് അങ്ങോട്ട് വാ, അവരെല്ലാവരും എന്നെ കാത്തിരിക്കാം. നീ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് കൊഞ്ചടാ വാ. അതെ, ഈ ക്ലീറ്റസിന് ഒരു വാക്കേ ഉള്ളൂ. ഇനി അങ്ങോട്ടും ഇല്ല എങ്ങോട്ടുമില്ല. ഇനി എന്റെ ആ അമ്മായിയമ്മ ഉണ്ടല്ലോ, അവര് മരിച്ചാ പോലും ഈ ക്ലീറ്റോ അവിടെ കാല് കുത്തൂല. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾക്ക് എനിക്ക് വ്യക്തത കിട്ടാനുണ്ട്. ശരി, പറ, എന്താ പണക്കറിയുണ്ട്? എന്തോന്ന് ഒന്ന് വ്യക്തമായിട്ട് നോക്കിയേ. എന്തോന്നടാ നരച്ചു വരുന്നുണ്ടാ? പിന്നെ ഇത്രയും പ്രായമായില്ല, ഇനി നിനക്ക് നരച്ചൂട്. ഒരു കൊച്ചുമായി ഇനി ആരെ കാണിക്കാനാടാ കൊണ്ട് നടക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം, അഴകേശനെ പോലെ നീ കരിയൊന്നും മാറി തേച്ചേക്കരുത്. കാര്യം പറഞ്ഞേക്കാം. ഞാൻ കാര്യം തേക്കുന്നില്ലേ? എന്തേ? ഒന്നുമില്ല. അല്ല, അമ്മാവന് നല്ല മുടിയാണെന്ന് പറയായിരുന്നു. നല്ല ഭംഗിയുള്ള മുടിയാണെന്ന് പറയായിരുന്നു. അല്ലടാ, അവൻ പറയാണ് എന്ത് ഇങ്ങനെ ആക്കുന്നത്. അവൻ നരച്ചു തുടങ്ങിയെന്ന് അവന്റെ താടിയൊക്കെ. ഞാൻ പറയായിരുന്നു ഒരു കൊച്ചുമായി ഇത്രയും പ്രായമായി, ഇനി നരയ്ക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞതാ, അഴകച്ചനെ പോലെ നീ കരിയൊന്നും വരി തേക്കരുത്. ഒരു കൊച്ചിന്റെ തന്തയായി നരച്ചു എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട. പക്ഷെ ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാത്ത ആളാ. കുറച്ച് ചെറുപ്പത്തിലൊക്കെ നടക്കേണ്ടി വരും. നമുക്ക് ഈ കൊച്ചു വന്നപ്പോ എന്താ സന്തോഷം. പിന്നല്ലേ. പക്ഷെ അവൻ നേരാവില്ല. ആര്? ക്ലീറ്റസ്. അവന് ചില കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താണ്ടെന്ന്. എന്തോന്ന് വ്യക്തത? എന്തോന്നാടാ ഈ വീട്ടിൽ അവന് ഇനിയും വ്യക്തത വരാത്തത്? വരുത്താത്തത് എന്താ? പിന്നെ പ്രശ്നങ്ങൾ തന്നെയല്ലേ. നിനക്കും തങ്കത്തിനും ചേച്ചിക്കും കൂടി മൊത്തം എത്ര സ്വത്തുണ്ട് എന്ന് അവനറിയണം. ചേച്ചിയുടെ പേരിൽ എത്ര ബാങ്കിലുണ്ട് എന്ന് അവനറിയണം. നിനക്ക് ഇനി എത്ര കാലം സർവീസ് ഉണ്ട് എന്ന് അറിയണം. ജമേന്ദ്ര വീട്ടിൽ നിന്ന് കിട്ടാനുള്ള സ്വത്ത് മുഴുവൻ കിട്ടിയോ എന്ന് മൊത്തത്തിൽ അറിയണം എന്നാണ്. അതായത് ഇതൊക്കെ എത്ര, എനിക്ക് എത്രയുണ്ട്, അമ്മയ്ക്ക് എത്രയുണ്ട്, ബാങ്കിൽ എത്രയുണ്ട്, അവർക്ക് എത്ര കിട്ടും എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിന്റെ പകുതി അവന് മേടിക്കാൻ. അല്ലേ? അതാണ് ഒരു ആവശ്യം. അല്ലേ? ഞാൻ പകുതിയല്ല, മുഴുവൻ എടുത്ത് കൊടുത്തത്. നീ അവനെ പോലെയല്ലോ. അവനങ്ങനെ ഒരു ആദ്യം കാണും, അതിലെന്താ തെറ്റ്? ഈ സ്വത്ത് മുഴുവനും തക്കളിക്ക് കിട്ടണ്ടല്ലേ. ഇപ്പൊ പുതിയൊരു കൊച്ചു വന്നു കഴിഞ്ഞാൽ അതിന് പകുതി കൊടുക്കണ്ടേന്നാണ് ഇപ്പൊ അവന്റെ വിചാരം. ഇത്രയും കണ്ണിച്ചോരയില്ലാത്ത ഒരു മനുഷ്യൻ. ഇനിയിപ്പോ ആ കാര്യങ്ങളൊന്നും അധികം അങ്ങനെ ഇവിടെ ഇരുന്ന് പറയണ്ട. ഒരു കൊച്ചുണ്ട് ഇവിടെ, അതിന് ബോധം വെച്ച് വരണ സമയാ. അതിന് വിഷമാവും. എന്നിട്ട് എവിടെടാ തുക്കുടുമ്പോള? എവിടെ കുളിക്കുക? ഹേമന്തി ഇപ്പൊ ആളാകെ മാറിപ്പോയില്ലേ. കുട്ടിയെ രാവിലെ എണ്ണ തേപ്പിക്കുക, കുളിപ്പിക്കുക. ഇപ്പൊ പ്രാർത്ഥനയുണ്ട്. കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ആഹാരം കഴിക്കുള്ളൂ. അമ്മ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാൻ വന്നാ പോയാ നിന്നാ കഴിച്ച ഒന്നും ഒക്കെ അറിയണ്ട. നമ്മളെക്കാൾ എല്ലാരേക്കാളും സന്തോഷം ജമന്തിക്ക്. ആ സത്യ. ജമന്തിക്ക് മാത്രമൊന്നല്ല, അവന്റെ മുഖത്തേക്ക് നോക്ക്, എന്താ സന്തോഷം. ഇന്ന് ലീവ് എടുത്തിരുന്ന പോലെ ഇനി എന്ന് ലീവ് എടുത്തിരിക്കരുത്. ഉത്തരവാദിത്തങ്ങൾ കൂടി വരിക. എന്താണ് മൂന്നും കൂടി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. തലക്കൊല കുഴപ്പമുണ്ടോ?
അത് നീ ഇപ്പഴറിയണേ. ഇതേ പിന്നെ നിന്റെ കെട്ടിയോന് ഈ വീട്ടിന്റെ കാര്യത്തിലൊന്നും അത്ര വ്യക്തത വന്നിട്ടില്ല എന്ന് അതറിയണമെന്ന്. എന്ത് കാര്യത്തില്? എന്ത് കാര്യത്തിലാ? എനിക്ക് എത്ര ശമ്പളം കിട്ടും? ഇനി എത്ര നാൾ കൂടി എനിക്ക് ശമ്പളം കിട്ടും? ജമന്തിയുടെ സ്വത്തുക്കളെല്ലാം കിട്ടിയോ? എന്റെ ഭാഗം എന്താണ്? ഇതൊക്കെ അവൻ അറിയണം. ഒരു കാര്യം വിട്ടുപോയി, അമ്മാവന്റെ സ്വത്തുവരം. അതൊന്നും ക്ലീറ്റസ് വിട്ടിട്ടില്ല. അതും എന്നോട് ചോദിച്ചു അവൻ. ചോദിച്ചല്ലേ? അതെ, അവനോടൊരു കാര്യം പറഞ്ഞേക്ക്. ചേച്ചിയുടെ ബാങ്ക് ഡിപ്പോസിറ്റ്, കനകന്റെ കാശ്, ജമന്തിക്ക് കിട്ടിയിട്ടുള്ള കാശ്, പിന്നെ എൻ്റെ സ്വത്ത്, ഇത് മുഴുവനും ഞാൻ ഈ പുതിയ വന്ന കുട്ടിക്ക് അങ്ങോട്ട് എഴുതി വെച്ചു എന്ന് പറ. തീർന്ന്. ക്ലീറ്റ് അന്നേരം ഹൃദയസ്തംഭനം വന്ന് ചാവും. അല്ല, അതിന് അവന് ഹൃദയം ഉണ്ട്. തലച്ചോറുമില്ല, ഒന്നുമില്ല. അച്ചടാ. അയ്യോ നല്ല മോള് റെഡിയായി. എന്താ നല്ല മോളെ ഒരു വിഷമം? അഴകേ സംഭവം അതിഷ്ടായി. കൊടുക്കും. അതൊന്നും അല്ല. അല്ലല്ല, അമ്മ കേട്ടില്ലേ? അഴകേശ അമ്മാവെന്ന് വിളിക്കുമ്പോ ഒരു സന്തോഷം. മക്കളെ അപ്പുപ്പൈ നരച്ചിരിക്കണ്ടല്ലേ? പറഞ്ഞെന്താണ്? അപ്പുപ്പൈ പറഞ്ഞ അഴകേശം പറഞ്ഞത് നേരാ. മോക്ക് എന്താ ഒരു വല്ലായ്മ? എന്താ പറ്റി മോളെ? അവളിങ്ങനെ ശീലായി വരുന്നേ ഉള്ളു. ആന്റിയാണോ അമ്മുമ്മയാണോ അപ്പൂപ്പനാണോ? ഇഷ്ടപ്പെട്ടോ ഇവിടെ? ശരിക്കും ഇഷ്ടപ്പെട്ട? ഇത് ആരുടെ വീടാ? ആര് പറഞ്ഞു? തക്കളി ചേച്ചിയുടെ വീടല്ല, ഇത് കുഞ്ഞിന്റെ വീടാ കേട്ടാ. എന്താ അതേ മാമനും പറഞ്ഞു, അപ്പൂപ്പൻ പറഞ്ഞു, അമ്മൂമ്മ പറഞ്ഞു കുഞ്ഞിന് വിഷമാണെന്ന് പറഞ്ഞല്ലോ. എന്താ വിഷമം? എന്താന്ന്? അതാരാ പറഞ്ഞ അങ്ങനെ? തക്കളി ചേച്ചിയുടെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടാ കുഞ്ഞിനെ. അതെന്താന്നറിയാമോ? ഡാഡിക്ക് ഇങ്ങനെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടെ, എപ്പോഴും ഇങ്ങനെ ഗൗരവപ്പെട്ടിരിക്കും. അതാണ് കേട്ടോ. നല്ല അടിയുടെ കുറവാ. അടി കൊടുത്താ അവൻ നേരായിക്കോളും. നമുക്കൊരു കാര്യം ചെയ്യാം, തക്കളി ചേച്ചിനെ പോയി കുത്തി എഴുന്നേപ്പിച്ചാലോ? ആ എന്നാ വാ, ഞങ്ങൾ പോയി എഴുന്നേപ്പിച്ചിട്ട് വരാടാ. എന്താ? അതെങ്ങനെയാ കുട്ടി വരാ? ആ കാട്ടാളിനെ അവിടെ ഉണ്ടല്ലോ, അതിന് പേടിച്ചിട്ടാവും. മക്കളത് കാര്യാക്കണ്ട, ചുമ്മാ അറിഞ്ഞതാ. പാവാങ്കള് കേട്ടോ, അങ്ങോട്ട് പോണോണ്ട് ഒരു കുഴപ്പമില്ല. ഈ അപ്പൂപ്പനുണ്ടല്ലോ തമാശക്കാരനാ, ഭയങ്കര തമാശ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ നമ്മളൊക്കെ ചിരിപ്പിക്കും. അതിലെന്താ തമാശ? തമാശ അല്ല, ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തമാശ ചിരിപ്പിക്കും. എന്ത് അതിഷ്ടപ്പെട്ടില്ല, ചെറുപ്പക്കാരന് വിഷമമായി. അല്ല, നേരത്തെ പുള്ളി മൂടോട്ടായി. കാരണം എന്താ അറിയാമോ, മോളെ അമ്മാവാന്ന് വിളിച്ച ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൂപ്പാന്ന് വിളിച്ച ഒരു ഞങ്ങൾ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് പോവാൻ പോവാ. നമുക്ക് എവിടെയും പോവാ. ഡീഡി അതവിടെ വെച്ചേ. എന്നിട്ടേ ഈ പച്ചക്കാങ്ങ അരിഞ്ഞു വെച്ച് നോക്കട്ടെ അറിയാവോന്ന്. ഇതോ? എന്തേ? എന്താ അമ്മ വല്ല വീട്ടിലും ചെല്ലണ്ടത്. അന്നേരം ബബ്ബ പറഞ്ഞാലേ തള്ളേനെ പറയൂ എല്ലാവരും, പണിയൊന്നും പഠിപ്പിച്ചിട്ടില്ല. സർവൻസ് ഉള്ള ഒരു വീട്ടിൽ പോയാ പോയി. അങ്ങനെയൊക്കെ എല്ലാവരുടെ ആഗ്രഹം. അമ്മ വരെ കുറെ ആഗ്രഹിച്ചത്. എന്നിട്ട് എന്തായി നോക്ക്. അതൊക്കെ ഫേറ്റ് ആണ്. എന്ത് പ്ലേറ്റ്? എന്റെ വിധി പറഞ്ഞത് അത് അകത്തോട്ട് പോയിട്ടുണ്ട്. ഒരു വിവരമില്ല. ആരെയോ വിളിച്ച് തള്ളണ്ട് രാവിലെ മുതൽ. അല്ലെന്നേ സംഗതി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരും ഞാൻ അങ്ങോട്ട് വരും. ചാക്കിലുണ്ട്, എത്തിക്കോളാം. ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. ഓക്കെ എന്നാ, ഓക്കെ ഓക്കെ. കാണിക്കുന്നത് തന്തയുടെ തല മുട്ടുമ്പോ ചിരിച്ചോ? എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് കണ്ടില്ലേ? തലമുട്ടി. കിണിച്ചോടി, കിണിച്ചോ. ചാവാൻ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം നീ തരുമെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എനിക്ക് പോ, തക്കളി കളിക്കാതെ. ഇതങ്കം, ഞാൻ നിന്നോട് പറയാറില്ലേ കർത്താവ് എൻ്റെ കൂടെ തന്നെയാണെന്ന്. കർത്താവ് എൻ്റെ കൂടെ തന്നെയാണ് എന്ന് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? കർത്താവിന് വേറെ എന്തെല്ലാം ജോലി ഉണ്ട്? ഈ ദുഷ്ടന്മാരുടെ കൂടെ നടക്കലല്ലേ കർത്താവ്? ഞാൻ ദുഷ്ടനാണോ അല്ലേന്നേ കർത്താവിനറിയാം. വേണ്ട, ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ സാധനം വന്ന പോലെ തിരിച്ചു പോകുന്നു. ഏത് സാധനം? അപ്പുറത്തെ ഒരു ദത്തിനെ എടുത്തുള്ള ഒരു ദത്ത് പുത്രി. എന്താ അതിന്റെ പേര്? കല്ലു.
കല്ലുമല്ല നല്ലു. കല്ലായാലും മണ്ണായാലും അതിന് അവകാശികളുണ്ട് കേട്ടോ. അയ്യോ പുതിയ അറിവായി പോയി. എനിക്കറിയാം അതിന് അവകാശികളുണ്ടെന്ന്. എന്റെ ആങ്ങളെയും അവന്റെ ഭാര്യ. ആങ്ങളെയും അവന്റെ ഭാര്യ എന്താണ്? വളർത്തച്ഛനും വളർത്തമ്മയും. ഇതല്ല, അതിന് ജന്മം നൽകിയ അതിന്റെ യഥാർത്ഥ അച്ഛൻ കേട്ടോ. ഞാനേ പുറത്ത് പോയിട്ട് പോലെ എന്താന്ന് പറഞ്ഞിട്ട് പോ. എന്താ കാര്യം പറ. എടീ, ആ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഇറ്റലിയിൽ നിന്ന് കൊച്ചിനെ കൊണ്ടുപോവാൻ. എന്റെ ആങ്ങളോട് പോയി പറഞ്ഞ് അതിന്റെ തുണി മണി ഗിണി എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോളാം പറ. ഇപ്പൊ വരും. അതെ, എനിക്കിത് അന്നേ തോന്നി ഇത് തട്ടിക്കൂട്ട് സെറ്റപ്പാണ്, ഇതിൽ എന്തോ ഉടായിക്കൊണ്ടെന്ന്. ഇത് നിയമപരമായിട്ടൊന്നും അല്ല. അയാളെ വല്ല പിടിപാടുള്ള ആളാ. ക്ലീറ്റോ എവിടെ പോണു? ക്ലീറ്റോ പോകാൻ സമ്മതിക്കില്ല ഞാൻ. അവരിങ്ങോട്ട് വരാനുള്ള വഴി അറിഞ്ഞൂടാ. ഞാൻ അവര് നിയമപരമായിട്ടാണ് എടുത്തേക്കുന്നത്. ആണോ അല്ലയെന്ന് നമുക്ക് ഇപ്പൊ അറിയാം. അയാൾ വരട്ടെ. ക്ലീറ്റോ പോവല്ലേ ക്ലീറ്റോ, ഞാൻ പറയുന്നത് കേക്ക്. ക്ലീറ്റോ ക്ലീറ്റോ കുറച്ച് എരിവൊക്കെ കൂടുതലിട്ട് കൊടുക്കട്ടാ. അയ്യോ പാവം. എരിവൊക്കെ കഴിച്ച് പഠിക്കണടാ കുട്ടികള്. വെള്ളം ഇങ്ങനെ ഊണ് കഴിക്കുമ്പോ എപ്പോഴും കൊടുക്കരുത്. അത് എങ്ങനെ ശീലിപ്പിക്കണം? ഭക്ഷണം കഴിഞ്ഞിട്ടേ വെള്ളം കൊടുക്കാം. ഇപ്പൊ തന്നെ നമുക്ക് വയറ് തീർത്താ. നമ്മളെല്ലാരും ഓരോ ഉരുള കൊടുത്തല്ലോ. മതിയോ കേക്ക്? മതിയാ? ഇനി വേണ്ടേ? അതെ തക്കളി ചേച്ചി വന്നല്ലോ. കൈ കഴിക്കോളൂ മക്കളെ. കൈ കൊണ്ട് കഴിക്കും കേട്ടാ. തണലത്ത് എവിടെയും പോയിരുന്നു കളിക്കണം കേട്ടാ. നീ എല്ലാം കഴിച്ചോടി. നീ ഇവിടെ നല്ല പുളിശ്ശേരി ഉണ്ട്, ഇവിടെ ഉണ്ടാക്കിയതാ. എന്തേ കഴിക്കേ? ഒരു പ്രശ്നമുണ്ട്. പൈസ വേണം. എനിക്കൊന്നും വേണ്ട. എന്നാ പിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഇതൊന്നും അല്ല. പിന്നെ നീ ദത്തെടുത്തത് നിയമപരമായിട്ടൊക്കെ തന്നെയാണോ? നേരിട്ടില്ല. ഞാൻ അവനെ പോലെ പൊട്ടണമെന്ന് വിചാരിച്ച ചെയ്യേണ്ട രീതി തന്നെ ചേട്ടനെ എടുത്തിരിക്കുന്നില്ല. എന്താണ് ഇപ്പൊ ക്ലീറ്റോന്റെ ഒരു ഫോൺ വന്നു. നമ്മുടെ നല്ലുമോളില്ലേ, അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും വരുന്നെന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട്. അതെങ്ങനെ? എനിക്കറിയില്ല, അതാ ഞാൻ ചോദിച്ചത്. നീ ശരിക്കൊക്കെ തന്നെയാണോ എല്ലാം ചെയ്തിരിക്കണേ? അവര് വന്നെങ്ങനെ കൊണ്ടുപോവോ? അല്ല, ഈ ശരിക്കുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ കൊച്ചിനെങ്ങനെയാ അനാഥാലയത്തിൽ വരുന്നത്? കനക അവരിപ്പോ വരും. ഇങ്ങോട്ട് വരുമോ? അപ്പൊ അങ്ങനെ വന്നാൽ നമ്മൾ കൊടുക്കേണ്ടി വരുമോ? സാർ വരണം, വരണം സാർ. അളയാ, കുഞ്ഞിന്റെ ഡ്രസ്സ് അത് ഇത് എടുക്കാനുള്ളതെല്ലാം എടുത്ത് കൊച്ചിനെ ഇതിന്റെ കൂടെ പറഞ്ഞു. കുഞ്ഞിന്റെ ഡ്രസ്സ് ഒന്നും വേണ്ട, ആവശ്യമുള്ള ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ കൊച്ചിനെ മതി. എന്റെ കൊച്ചിനെ ഇറക്കി വിടും പ്ലീസ്. നിങ്ങൾ എന്തായി പറയുന്നത്? ഏത് കൊച്ച്? നിങ്ങൾ എന്താ വഴി തെറ്റി വന്നാ? വഴി തെറ്റാതിരിക്കാനാണ് ഞാനും കൂടെ വണ്ടിയിൽ വന്നത്. നിങ്ങൾ ദത്തെടുത്ത കൊച്ചില്ലേ, അതിന്റെ യഥാർത്ഥ അവകാശി അലക്സ് സാർ. വെറുതെ നാടകം കളിക്കാതെ അദ്ദേഹത്തെ വിളിച്ചിട്ട് പോലെ. മിസ്റ്റർ, ഞാൻ നാടകം കളിക്കാൻ വന്നല്ല, മര്യാദയ്ക്ക് എന്റെ കൊച്ചിനെ ഇറക്കി വിടും. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അളയാ, ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ദത്തെടുത്ത കൊച്ചിന്റെ യഥാർത്ഥ അവകാശി അതിന്റെ തന്തയാണ് ഈ അലക്സ് സാർ. സാറും ഭാര്യയുമായിട്ട് ചെറിയ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അറിയണം സാർ, ഇവരറിയണം. സാറ് പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോണതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ എന്തൊക്കെയോ സ്വരച്ചേർച്ചയും പ്രശ്നങ്ങളും ആയപ്പോൾ കുഞ്ഞ് അവരുടെ ഇടയിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിന്നേ. അങ്ങനെ പിന്നെ കുഞ്ഞിനെ അവർ നേരെ കൊണ്ടുവന്ന് കോൺവെന്റിലാക്കാനുള്ള തീരുമാനമെടുത്തു. ഈ കോൺവെന്റുകാർ സാറ് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചേ. പക്ഷേ സാറ് തിരിച്ചു വന്നു. സാറിന് ഇപ്പോൾ കുഞ്ഞിനെ വേണം. നിങ്ങളെ നിയമപരമായിട്ടല്ല അവിടുന്ന് കുഞ്ഞിനെ എടുത്തേക്കുന്നത്. അതൊക്കെ സാറ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് കാശ് ഞാൻ എത്ര വേണമെങ്കിലും തരാം. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഇതുമാതിരി നാടകം കളിക്കുന്നല്ലാതെ അതെ മനപ്പൂർവ്വം ഉണ്ടാക്കുന്നത്. ഹലോ അളിയാ, നിങ്ങളിങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാതെ കൊച്ചിനെ കൊടുക്ക്. കൊച്ചിനെ കൊടുക്കാം. അതെ, ഒരു മിനിറ്റ്. സാർ, ഞാനാ. സാർ എവിടെയാ ജോലി എന്ന് പറഞ്ഞത്? അമേരിക്കയിൽ.
അമേരിക്കയിലെവിടെ? അമേരിക്കയിലെവിടെ? ഇത് നീ ഓർക്കണ്ട, നീ എന്നോട് പറഞ്ഞു ഞാൻ ഓർക്കും. നീ ഓർക്കടാ, നീ ഓർത്ത് പറ. ന്യൂയോർക്ക്. എക്സ്ക്യൂസ് മീ, എന്താ ചോദിച്ചത്? അമേരിക്കയിൽ എവിടെയാന്ന്? ന്യൂയോർക്ക്. ന്യൂയോർക്ക്. അപ്പൊ ഇറ്റലിയിൽ നിന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഇറ്റലിയില് സാറിന് ബിസിനസ് ഉണ്ട്. അമേരിക്കയുടെ അയൽ രാജ്യമാണല്ലോ ഇറ്റലി. സാർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാ. അല്ല അപ്പോഴും കൊച്ചിനെ അനാഥാലയത്തിലാക്കിയിട്ട് എത്ര നാളായി? 7 വർഷമായി. ഞങ്ങളെടുത്ത കൊച്ചിന് 6 വർഷമല്ലായിരുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ സാർ അമേരിക്ക പോയ ഡേറ്റ് ആണോ വർഷമാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ കളിക്കാതെ കൊച്ചിനെ കൊടുക്ക്. കുഞ്ഞിനെ വിളിക്കൂ സാർ തിരക്കുള്ള ഒരു മനുഷ്യനാണ്, വൈകിട്ട് തിരിച്ചു പോകണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞു? എന്റെ കൊച്ചിന്റെ പേര് ആന്റണി. എന്റെ കൊച്ചിന്റെ പേര് ആന്റണി. നിങ്ങളെ കൊച്ചിനെ എന്ത് വിളിക്കുന്നറിയില്ല, പക്ഷെ മാമോദിസം മുക്കിയപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ വിളിച്ചത് ആന്റണി എന്നാണ്. എന്റെ ആന്റപ്പൻ, ആന്റപ്പ, എന്റെ മോനെ ആന്റപ്പ. സാർ ക്ഷമിക്കണം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാ. ഞങ്ങൾ വിട്ടുതരാം, കുഞ്ഞിനെ വിട്ടുതരാം. എന്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് കൊതിയാവും. എത്ര കാലമായി എന്റെ കുഞ്ഞിനെ കണ്ടിട്ട്. ഇതാണ് ഞങ്ങൾ ദത്തെടുത്ത കുട്ടി. അയ്യോ എന്റെ മോൻ, അയ്യോ എന്റെ മോനും മുടിയൊക്കെ അങ്ങ് ഒരുപാട് വളർന്നല്ലേ. ഇവരെന്താ നിങ്ങൾ ബാബുവിനെ എനിക്ക് പഠിപ്പിക്കുന്ന? എന്റെ കുഞ്ഞെ, എന്റെ മോനെ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറ്റണം. ഇതിന് നല്ല നിക്കറൊക്കെ മേടിച്ചിടണം കേട്ടോ. ഒരു മിനിറ്റ്. അയ്യോ എന്തിനാ അടിച്ചത്? എടാ, തരികിടയാണെങ്കിലും തട്ടിപ്പാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരുമ്പോ കഥ എന്താണെന്ന് ആദ്യം അന്വേഷിച്ചറിയണം. ഇല്ലാതെ ഈ പണിക്കിറങ്ങരുത്. മനസ്സിലായി? എടാ പറഞ്ഞു കേട്ടാ. എടാ, ഒരു കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. എടാ, ആ കൊച്ച് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നടാ. അടിയും വാങ്ങിച്ചെന്ന് നീ വരുമല്ലോ അങ്ങോട്ട്, ഞാൻ നിനക്ക് ശരിയാക്കി തരാം. വണ്ടി കയറാ. അളിയാ, പറയണുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. ഒട്ടും പുതുമയില്ലായിരുന്നു, കണ്ട് മടുത്ത്. പിന്നെ ആകെ ഒരു പുതുമ ഉണ്ടായിരുന്നത് അവനിട്ടൊരെണ്ണം കൊടുത്തത്. അത് ഗംഭീരമായി. Alien versus Alien.